ഇന്ന് ഈ രംഗത്തെ വളരെ വ്യത്യസ്തമാക്കും. ഇങ്ങനെയെല്ലാം പുതുമാറ്റങ്ങൾ നിറയുമ്പോഴും ഈ രംഗത്തിന്റെ പ്രധാന ആകർഷണീയത ആഹാരം സെർവ് ചെയ്യുന്നതിലാണ്. അതിലേറെ ശ്രദ്ധിക്കുന്ന അക്ഷയ കാറ്ററിംഗ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി തൊഴിലാളികൾക്ക് ട്രെയിനിങ്ങും ഇവിടെ നൽകാറുണ്ട്. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ അവസാനം വെയിറ്ററുടെ കയ്യിൽ, സെർവ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം. നമ്മൾ എന്തൊക്കെ ചെയ്താലും മീൻസ് ടേസ്റ്റ്, ക്വാണ്ടിറ്റി പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ 1000 പേരുടെ സദ്യ 500 പേർക്കോ 600 പേർക്കോ വിളമ്പി തീർക്കാം, മനസ്സിലായി. അപ്പോൾ അയാളുടെ കഴിവ്, അവിടെ കലവറയിൽ നിൽക്കുന്ന ആളുടെ കഴിവ്, അത് അവരുടെ ഒരു വലിയൊരു ഇതാണ്. പിന്നെ കൊടുക്കുന്ന രീതി, ആഹാര സാധനങ്ങൾ പണ്ടൊക്കെ ഇപ്പോൾ അവിയൽ വേണമെന്ന് പറഞ്ഞാൽ പണ്ട് ആളതിലേ അങ്ങ് പോകും വെയിറ്റർ, പിന്നെ അയാളെ കിട്ടത്തില്ല. ഇപ്പം അതല്ല, അപ്പം വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാളുടെ ഒരു 400 പേരിരുന്ന് കഴിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് വളരെ യങ്സ്റ്റേഴ്സ്, വളരെ ചെറുപ്പക്കാരായ പിള്ളേർ പലരുമുണ്ട്, പഠിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഒരു പാർട്ട് ടൈം ജോബ് പോലെ വരുന്നുണ്ട് അവർ. അതുകൊണ്ട് ആ മേഖല നമ്മുടെ ശ്രദ്ധയിൽ വളരെ തീർച്ചയായിട്ടും വേണം. എങ്കിലും വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരുടെ ആ ഒരു വെയിറ്റർമാരുടെ കഴിവ് തീർച്ചയായിട്ടും അത് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒരു ടേബിൾ മാനേഴ്സ് അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ഒരു ബൊഫേ സെറ്റ് ചെയ്യേണ്ടത്, ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ട്രെയിനിങ്ങൊക്കെ നമ്മൾ അതിൽ വ്യത്യസ്തമായ ശൈലികൾ ഓരോടത്തൊക്കെ ചെയ്യാറുണ്ട്. അതിൽ നല്ലതൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് അറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇതിനകത്തുണ്ട്. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ